ജാപ്പനീസ് ഫേമസ് ആയിട്ടുള്ള കട്സു ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. ചിക്കൻ കട്സു, ബീഫ് കട്സു, പോർക്ക് കട്സു ഒക്കെ ഉണ്ട്. നമ്മൾ മഷ്റൂം കൊണ്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഓക്കെ, ഇതിന് വേണ്ടത് പോർട്ടബിള മഷ്റൂംസ് എന്ന് പറയുന്ന വലിയ മഷ്റൂമാണ് എടുക്കുന്നത്. നിങ്ങളിത് ഒരുപാട് കണ്ടിട്ടുണ്ടാവും, പക്ഷേ എന്താ ചെയ്യേണ്ടതെന്ന് അറിഞ്ഞിട്ടുണ്ടാവില്ല. ഇതുപോലുള്ളതിനൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള സ്റ്റെം എടുത്തിട്ട് അതിൻ്റെ ഉള്ളിലുള്ള ആ ഗിൽസ് പോലുള്ളത് മാറ്റി വയ്ക്കുക. ഇനി നമ്മൾ പാനിൽ എണ്ണ ഒഴിച്ചിട്ട് നോർമൽ ഓയിലാണ് യൂസ് ചെയ്യുന്നത്. ഇതിൽ നമ്മൾ ആദ്യം മഷ്റൂംസിനെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കുക. ഇതെന്തിനാണ് ചെയ്യണമെന്ന് വെച്ചാൽ പല ആൾക്കാരും മഷ്റൂം കട്ട്സ് ഉണ്ടാക്കുന്ന സമയത്ത് ഈ പ്രോസസ്സ് സ്കിപ്പ് ചെയ്യാറുണ്ട്. ഈ പ്രോസസ്സ് സ്കിപ്പ് ചെയ്താൽ നിങ്ങൾ വിചാരിച്ച പോലെ കട്ട്സ് വരില്ല. അപ്പോൾ ഇതിനെ ഒന്ന് ആവി കയറ്റി എടുക്കുക. അടച്ചു വെച്ച് ആവി കയറ്റിയിട്ട് അപ്പുറവും ഇപ്പുറവും മറിച്ചിട്ട് അതിൻ്റെ വെള്ളം മുഴുവൻ ഒന്ന് ആക്കിയെടുക്കണം. കംപ്ലീറ്റ് വെള്ളവും പുറത്തേക്ക് വരും. അത് മാത്രമല്ല, ഈ മഷ്റൂം ഒന്ന് കുക്കായി കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെയാണോ ചിക്കൻ കൊണ്ട് ബർഗേഴ്സ് ഉണ്ടാക്കണം അതുപോലെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഇനി നമുക്ക് വെറ്റ് ഇൻഗ്രീഡിയൻറ്റ് ഉണ്ടാക്കണം. മൈദ, കുരുമുളക്, ഉപ്പ്, മുട്ട, അതിൻ്റെ കൂടെ തന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതുപോലുള്ള കൺസിസ്റ്റൻസിയിൽ മാവാക്കിയെടുക്കുക. അതുമായല്ലോ. ഇനി ഡ്രൈന് ജാപ്പനീസിൻ്റെ ബ്രെഡ് ക്രംസ് ആയിട്ടുള്ള പാൻകോ എന്ന് പറയുന്നതാണ് യൂസ് ചെയ്യണത്. ഇത് ജാപ്പനീസ് ഡിഷ് ആയതുകൊണ്ട് ജാപ്പനീസിൻ്റെ അതേ തന്നെ എടുക്കുക. ഞാനിവിടെ കുറച്ച് എരിവിന് വേണ്ടിയിട്ട് മുളക് പൊടിയും ഉപ്പും കുരുമുളക് പൊടിയും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് കുറച്ചും കൂടി നമുക്ക് ആ ഒരു ഇന്ത്യനൈസ്ഡ് ആയിട്ടുള്ള രീതിയിൽ ഒരു ടേസ്റ്റ് കിട്ടും. നേരെ മറിച്ച് ഒറിജിനൽ കട്ട്സൂൽ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കാറില്ല. അത് വളരെ സ്പൈസ് കമ്മിയായിട്ടുള്ളൊരു സംഭവമാണ്. ഇപ്പോൾ നമ്മുടെ മഷ്റൂം നോക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പുറവും ഇപ്പുറമൊക്കെ ആ വെള്ളമൊക്കെ വന്നിട്ട് നല്ല രീതിയിലൊന്ന് ആവി കയറിയിട്ടുണ്ട്. അപ്പം നന്നായിട്ടൊന്ന് അമർത്തിയിട്ട് അപ്പുറവും ഇപ്പുറമൊക്കെ നന്നായിട്ട് അമർത്തി കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും അത് നല്ല പോലെ കുക്കാവാൻ തുടങ്ങും. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ സൈഡിൽ അത് കൂടെ കഴിക്കുന്നത്, കട്ട്സൂൻ്റെ കൂടെ കഴിക്കുന്നത് സൂഷി റൈസാണ്. സൂഷി റൈസ് 1 കപ്പ് ഞാൻ കുതിർത്ത് വെച്ചിട്ടുണ്ട്. എത്ര വെള്ളത്തിലെന്ന് നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ വിരലിൻ്റെ ആ 2ാമത്തെ വര വരയ്ക്കും വെള്ളം വേണം. എന്നിട്ട് ഇത് കുക്ക് ചെയ്യുക. ഇത് ഒരു 15 മിനിറ്റ് ആകുമ്പോഴേക്കും കുക്കായി കിട്ടും. ഓക്കെ, വെള്ളമൊക്കെ കറക്റ്റായിരിക്കും, വറ്റിയിട്ടുണ്ടാവും. ഇതാ നമ്മുടെ മഷ്റൂം റെഡി ആയിരിക്കുകയാണ്. മഷ്റൂം കറക്റ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ബാറ്ററിൽ മുക്കിയിട്ട് പിന്നെ ഡ്രൈ ബ്രെഡ് ക്രംസിൽ മുക്കിയിട്ട് പിന്നെ നമുക്ക് ഫ്രിഡ്ജിലെടുത്ത് വെക്കണം. ഇതാണ് ആദ്യത്തെ പ്രോസസ്സ്. ഓക്കെ, അപ്പോൾ വെറ്റ് ബാറ്ററിൽ മുക്കി അങ്ങനെ എടുത്തിട്ട് നമ്മൾ ഡ്രൈയിലേക്ക് ഇട്ടു. എന്നതിന് ശേഷം നമ്മൾ നല്ല പോലെ ബ്രെഡ് ക്രംസ് കൊണ്ട് കോട്ട് ചെയ്യുക. കൈ കൊണ്ട് വെച്ചിട്ട് നല്ല പോലെ കോട്ട് ചെയ്യുക. എന്നിട്ട് ഓരോ മഷ്റൂമും ഇതേപോലെ നന്നായി കോട്ട് ചെയ്തിട്ട് ഒരു പ്ലേറ്റിൽ അറേഞ്ച് ചെയ്തിട്ട് ഒരു 1 hour നിങ്ങൾ ഫ്രിഡ്ജിൽ വെച്ചോളൂ തണുക്കാൻ. എത്രത്തോളം തണുക്കണോ അത്രത്തോളം ക്രിസ്പി ആയിരിക്കും നിങ്ങളുടെ കട്ട്സു. ഇനി നമുക്കിതിൻ്റെ സൈഡിൽ ഒരു വിനീഗ്രറ്റ് കുക്കുംബർ ഉണ്ടാക്കണം. കുക്കുംബറിനെ ഇതുപോലെ നീളത്തിൽ മുറിക്കുക. അതിലേക്ക് പഞ്ചസാര, ഉപ്പ്, വിനീഗർ ഇത് 3ഉം കൂടി നല്ലപോലെ മിക്സ് ചെയ്തിട്ട് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ കഴിക്കുന്ന ആ ഒരു സൈഡിൽ കഴിക്കുന്ന ആ ഒരു കുക്കുംബർ വിനീഗ്രറ്റ് റെഡി ആയിരിക്കും. അതിൻ്റെ കൂടെ മുകളിൽ ഒഴിക്കാൻ കട്സു കറി സോസാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. കട്സു കറി വേണമെങ്കിൽ വീട്ടിലുണ്ടാക്കാം, പക്ഷേ പ്രോസസ്സ് വലുതാണ്. അതുകൊണ്ട് തന്നെ കട്സു കറിയായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഞാൻ അതാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി നമ്മൾ 1 മണിക്കൂറായിട്ട് ഫ്രിഡ്ജിൽ വെച്ചിരിക്കുന്ന ആ ഒരു മഷ്റൂമിൻ്റെ ആ ഒരു ബർഗർ പോലത്തെ സാധനം നമ്മൾ ബ്രെഡ് ക്രംസോട് കൂടിയിട്ട് എടുക്കുക. വീണ്ടും നമ്മൾ കുറച്ചും കൂടി ബാക്കി വന്നിട്ടുള്ള ബ്രെഡ് ക്രംസിൽ ഒന്നും കൂടി കോട്ട് ചെയ്യുക. ഒന്നും കൂടി കോട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഷാലോ ഫ്രൈ ചെയ്തെടുക്കുക. വളരെ ലോ ഫ്ലെയിമിൽ അപ്പുറവും ഇപ്പുറവും ഇട്ടിട്ട് നല്ല പോലെ ബ്രൗൺ കളറായിട്ടുള്ള രീതിയിൽ ഷാലോ ഫ്രൈ ചെയ്ത് നിങ്ങൾ എടുക്കുക. ഇതിലത്തെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ ഇത് ബർഗർ പോലെ തന്നെ നമുക്ക് ബർഗേഴ്സിൻ്റെ ഉള്ളിൽ വെച്ചിട്ടും കഴിക്കാൻ പറ്റും. അതിനെ ഷ്രൂംസ് എന്നാണ് പറയുന്നത്. ഓക്കെ, ബർഗർ ഷ്രൂംസ് എന്നാണ് അറിയപ്പെടുന്നത്. അതും ഭയങ്കര ഹിറ്റാണ് കേട്ടോ ഇപ്പോൾ. അപ്പോൾ ഒരു ദിവസം ഞാൻ അത് കാണിച്ചു തരാം. ഇനി നമ്മളിതിനെ കട്ട് ചെയ്യണം. അപ്പോൾ ഇതൊരു 4 കട്ട് ചെയ്യുക. ഇങ്ങനെ നടുവിലേക്കായിട്ട് കട്ട് ചെയ്യുക. ശരിക്കും ഇറച്ചി മുറിക്കണ പോലെ തന്നെ ഉണ്ടാവും. ഇനി നമ്മൾ സെർവ് ചെയ്യുന്നത് നമ്മുടെ സൂഷി റൈസ് വെച്ചിട്ടുണ്ട്. സൈഡിൽ ഈ ഒരു സലാഡ് വെച്ചിട്ടുണ്ട്. ഈ മഷ്റൂമിനെ ഇങ്ങനെ വെക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിൽ ആ കട്സു കറി സോസ് മുകളിൽ ഒഴിക്കുക. ഇതിനാണ് നമ്മൾ ജാപ്പനീസിൽ അവർ പറയുന്നത് കട്സു കറി ആൻഡ് സുഷി റൈസ്. ഇതാണ് ഏറ്റവും ഫേമസ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പൈസ കൊടുത്ത് ആൾക്കാർ ഭയങ്കര ഇഷ്ടത്തോടു കൂടി കഴിക്കുന്ന ഈ ഒരു വിഭവം നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ കുട്ടികൾക്കും ഉണ്ടാക്കി കൊടുക്കാം. ഇഷ്ടംപോലെ അവർ കഴിച്ചോട്ടെ, നമ്മുടെ കയ്യിൽ നിന്ന് പൈസ ചിലവാവില്ല. അപ്പോൾ വരൂ, നമുക്ക് മനുവിനോട് അഭിപ്രായം ചോദിക്കാം. മഷ്റൂം കട്സു, sushi rice and vinaigrette cucumbers.
So I couldn't wait. So I'll just leave this up and try the first bite. Looks so good. It's a katsu curry. Awesome. Thank you. Why are we going out is the question. Yes, why are we... You are here. Yes, I am I here. know. Why are we going out? Let's eat at home. Exactly. All good. And this thick cucumber vinegar is one of my favorite. Yeah, Awesome. thank you.